ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. നമ്മുടെ സെക്കൻഡ് ചാനൽ കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം എന്നാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം എന്നാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്നത്തെ എന്താണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, എന്താണ് നമ്മുടെ ഇന്നത്തെ എനർജി, എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഇന്നൊരു നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആകാൻ പോകുന്നു, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് സക്സസ് ആൻഡ് വിക്ടറി ഉണ്ടാവുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാഷനിൽ ഒരു വലിയ അച്ചീവ്മെൻറ്റ് നേടുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേര് ഉയർന്നു കേൾക്കുക, നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു യൂണിയൻ, നിങ്ങൾ ആരിൽ നിന്നാണോ വന്ന് നിൽക്കുന്നത് അവരിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാനുള്ളൊരു സാഹചര്യം ഇന്ന ദിവസം ഉണ്ടാകും എന്നാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ആദരിക്കപ്പെടും. നിങ്ങളെ മറ്റുള്ളവർ ഈ പറഞ്ഞ ഘോഷയാത്രയൊക്കെ ആയിട്ട് കൊണ്ടുപോയി നിങ്ങളെ ആദരിക്കുക എന്നുള്ളതാണ് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. വളരെ ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഓണേർഡ് ആവും. സെക്കൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പണം ആകാം, പേഴ്സൺ ആകാം. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടേതാണ്, പക്ഷെ അത് അനുഭവയോഗ്യമല്ല എന്നാണ്. അത് പണമാകാം, ഒരു പേഴ്സൺ ആകാം, സ്പിരിച്വാലിറ്റി ആകാം, ജോബാകാം. അപ്പോൾ നിങ്ങൾ എന്താണോ അതിനുള്ള എഫേർട്ട്, ഇപ്പം ഒരു ജോബ് ഓഫർ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എഫേർട്ടെല്ലാം ഇട്ട് കഴിഞ്ഞതാണ്, പക്ഷേ അതിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇനി പണം കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള പണമായിരിക്കും, ആർക്കെങ്കിലും കൊടുത്തിട്ട് ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. ഇനി ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളെ സംബന്ധിച്ചത് നിങ്ങളുടെ തന്നെയാണ്, അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ വരാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല, നിങ്ങളിലേക്ക് വന്നു ചേർന്നത് അനുഭവിക്കാനുള്ള ഭാഗ്യവും സമയവുമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി കാത്തിരിക്കുക. ലോങ് ടേമിലേക്കുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഡിവൈൻ ടൈം ആയിട്ടില്ല എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ഈ പേജ് ഓഫ് സ്വോർഡിലെ ഈ പേജ് നോക്കുന്നത് ഈ 7 ഓഫ് പെൻറ്റക്കിൾസിലേക്കും 6 ഓഫ് വാണ്ട്സിലേക്കും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഈ പെൻറ്റക്കിൾ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ജോബായിരിക്കാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ് കേട്ടോ. പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പുതിയതായിട്ടത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു, അതിലൊരു പുതിയ ചലനം ഉണ്ടാകുന്നു, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരാൻ തീരുമാനിക്കുന്നു, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നു എന്നൊക്കെയാണ് ഈ പേജ് ഓഫ് സോഡ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നിലേക്ക് നോക്കുന്നു. അപ്പോൾ പിന്നിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ദുഃഖം കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ പേടിക്കുന്നു എന്നാണ് കാണുന്നത്. ഞാൻ ഇനിയൊരു തീരുമാനം എടുത്താൽ എന്താകും? അപ്പോൾ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ നഷ്ടപ്പെട്ടു പോയവരോ അല്ലെങ്കിൽ പണം ഇട്ടിട്ട് ഇപ്പോൾ അത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, പണ്ട് എനിക്കൊരു പറ്റിയതാണ്, അതുകൊണ്ട് ഇനി വീണ്ടും അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പുകളിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾ മുൻപ് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഓർക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുൻപുണ്ടായ അനുഭവങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. കാരണം പാസ്റ്റിലത്തെ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുമെന്നാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ എവിടെയാണോ ഒരു പാഠം പഠിച്ച് അല്ലെങ്കിൽ വീണ് പോയത്, നിങ്ങൾ മൊത്തത്തിൽ സ്റ്റക്കായിപ്പോയത്, അതേ കാര്യം ഇന്ന് വീണ്ടും നിങ്ങൾ ഓർക്കുകയും അതേ സാഹചര്യങ്ങളിലൂടെ ഇന്ന് കടന്നുപോവുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. അപ്പോൾ തീരുമാനം എടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടും, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം ഇത് ഓൾറെഡി 10 ഓഫ് സോഡിന് ശേഷമാണ് ഈ പേജ് ഓഫ് സോഡ് വരുന്നത്. അപ്പോൾ 10 ഓഫ് സോഡ് ഒരു പെയിൻഫുൾ എൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതേ ഉള്ളൂ എന്നാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് തൊട്ട് മുമ്പുണ്ടായ ആ പെയിൻഫുള്ളായ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ റിക്കവേർഡ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുമെന്നൊരു ഭയം നിങ്ങൾക്കുള്ളതായിട്ടാണ് ഈ പേജ് ഓഫ് സോഡ് പറയുന്നത്. പാസ്റ്റിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ
പറ്റിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. മജീഷ്യൻ്റെ കാർഡാണ്. പ്രാർത്ഥിക്കുന്നുണ്ടാവും, വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ടാവും, നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടാവും, പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നുണ്ടാവും. ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എല്ലാ റിസോഴ്സുകളും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആദ്യം അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പ്ലാനിങ് ആണ്. പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. അതുപോലെ ഇന്ന് ഒന്നാമനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, സമ്മാനിതനാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുക, അംഗീകരിക്കുക, സമ്മാനം തരിക, ഇതൊക്കെയാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുമെന്നാണ് കേട്ടോ. നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം, മണി മാനിഫെസ്റ്റേഷൻ നടത്തണം. അതുപോലെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നേടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടേതാക്കി എടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിരിക്കണം മാനിഫെസ്റ്റേഷൻ. ഇപ്പം ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എനിക്കൊരു വീട് വേണം എന്നല്ല, നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റുള്ള വീട് വേണം, എത്ര മുറി വേണം, അതിൽ അടുക്കള എത്ര വലുതായിരിക്കണം, എത്ര വാഷ്റൂംസ് എത്ര വേണം, എത്ര ബാൽക്കണി വേണോ, അതുപോലെ എത്ര സ്റ്റോറേജ് ആയിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതിയോ, ഫസ്റ്റ് ഫ്ലോറും കൂടെ വേണോ, അതുപോലെ പോർച്ച് എത്ര വേണം, അങ്ങനെ അത് പ്രിസൈസ്ഡായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പറയണം. എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇന്ന കളറിലുള്ള ഈ 2 നില, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളിലേക്ക് വരും. ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ വരുമെന്നല്ല, ഇന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. പണം വരും എന്നാണ് കേട്ടോ. പണം വരുമെന്നാകാം. നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരും. മോസ്റ്റ്ലി അത് പണമായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതല്ല, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു കാര്യം മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുവോ, ജോബിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അതിനൊരു റിവാർഡ് ഇന്ന് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേര് മറ്റുള്ളവർ പറയുക എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം വന്ന് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ 10 ഓഫ് കപ്സ് ആണ്. ഫാമിലി റിയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ ഫാമിലി ടൈം ഉണ്ടെന്നാണ്. ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയോടൊപ്പം എന്താണ് നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ പങ്കിടുക എന്നുള്ളതാണ്. അപ്പോൾ യാത്ര പോകുന്നുണ്ടായിരിക്കും, ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സന്തോഷകരമായിട്ടിരിക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകൾ ഫാമിലിയിലേക്ക് വന്ന് നിങ്ങളുടെ ഫാമിലി യൂണിയൻ നടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുക, പുറത്ത് പോവുക, ഇതൊക്കെയാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. സോറി. 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൾട്ടി ടാസ്കിങ് ആണെന്ന്. അതായത് ഒന്നിലധികം കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീടുമായി ബന്ധപ്പെട്ടത്, അസറ്റ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ടത്, ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടത്, പിന്നെ പണയം വയ്ക്കുക, പണയം എടുക്കുക, പിന്നെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുക, വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങിക്കാൻ പോകുക, വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുക, ബാങ്ക് ലോണ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ഇന്ന് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇല്യൂഷൻ്റെ ആണ്. അതായത് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇല്യൂഷൻ്റെ ആവും, ഒരു മായാലോകത്താണ്. അത് വേണോ ഇത് വേണോ, അത് വേണോ ഇത് വേണോ. അപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലിസ്റ്റ് എഴുതിക്കൊണ്ട് മാത്രം പോവുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഈ 7 ഓഫ് പെൻറ്റക്കിൾ 7 ഓഫ് കപ്സ് പറയുന്ന ഒരു റിയൂണിയൻ്റെ കാർഡും കൂടിയാണ് കേട്ടോ. റിലേഷൻഷിപ്പുകൾ ഇങ്ങനെ ഷാറ്റേഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഒത്തുചേരുന്ന ഒരു ദിവസവും കൂടിയായിട്ടാണ് ഈ 7 ഓഫ് കപ്സ് പറയുന്നത്. ദെൻ 10 ഓഫ് സോഡ്സ്. ഈ 10 ഓഫ് സോഡ്സിന് ശേഷമുള്ള കാർഡാണ് ഈ പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ പാസ്റ്റിൽ ബ്രോക്കൺ ആയിപ്പോയ ചില ആളുകൾ ഒരു പുതിയ ചുവടുവെപ്പ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നേ ദിവസം ബ്രോക്കൺ ആയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ ജോലിക്ക് എന്തോ സംഭവം ഉള്ള പോലെ തോന്നുന്നു. ജോലി നഷ്ടപ്പെട്ട ആളുകൾ, റീസെൻ്റ്ലി ജോലി നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ അടുത്ത ദിവസങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടു പോയവരോ, പ്രണയനൈരാശ്യം വന്നവർ, അതായത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയവർ, അല്ലെങ്കിൽ വിശ്വാസവഞ്ചന നടക്കുക, നിങ്ങളുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, ആക്സിഡൻറ്റ് പറ്റുക, സർജറി ചെയ്ത് കിടക്കുക, കയ്യോ കാലോ ഒടിയുക, ബാക്ക് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും സർജറികൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണേ.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡൗൺഫോൾ ഉണ്ടാകുന്നതായിട്ടാണ് 10 ഓഫ് സോഡ് പറയുന്നത്. ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്, ഒരു പെയിൻഫുൾ എൻഡാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു ഈറ അവസാനിച്ച് പോവുകയാണ്. നിങ്ങൾ കാർമിക്കലി വളരെ സ്ട്രഗിളായിട്ട് നിന്നിരുന്ന ഒരു ഈറ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡപ്പായി പോവുകയാണ്. അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. ഭയങ്കരമായി പെയിൻ ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇതൊന്നും ഒരു ജീവിതത്തിന് അവസാനമല്ല ഒരിക്കലും. നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത്, ബ്രേക്കപ്പിലാണോ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലാണോ, ഡിവോഴ്സിലാണോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുക, വഞ്ചിക്കുക, വിശ്വാസവഞ്ചന നടത്തുക, ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇതൊക്കെ ഓരോ പാഠങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കണം, പണ്ട് എനിക്ക് ഇങ്ങനെ പറ്റിയതാണ്, അപ്പോൾ ഇനി ഇതുപോലെ പറ്റാതിരിക്കാനുള്ള ഒരു പാഠം എന്ന് മാത്രമേ നിങ്ങളിതിനെ കാണേണ്ടതുള്ളൂ. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സക്സസ്സിനുള്ളൊരു ചവിട്ടുപടിയായിട്ട് മാത്രമാണ് നിങ്ങളിതിനെ കാണാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ വളരെ മനോഹരമായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് കിട്ടും. അപ്പോൾ ഈ പോയതിനെ ഒന്ന് ഓർത്ത് നിങ്ങൾ തട്ടി വീഴേണ്ട ആവശ്യമില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തട്ടി വീഴേണ്ട ആവശ്യമില്ല. വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് സുഖമായിട്ട് നമ്മൾ പുറത്ത് വരും. അതിൽ നിന്നൊക്കെ നമ്മൾ ചാടി പുറത്ത് വരും. നമ്മളിതെല്ലാം ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യം ഇല്ല. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇങ്ങനെ പ്രേമനൈരാശ്യത്തിലിരിക്കുന്നവരോട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറയാൻ ചേച്ചിക്ക് നാണോ ഇല്ലയെന്ന് ചോദിക്കില്ല. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ കടന്നു പോകും. ഇവിടെയൊക്കെ നമ്മൾ ഓടി ഓടി പോകേണ്ട സ്ഥലങ്ങളാണ്. കാരണം ഇതൊന്നും ഒരിക്കലും ഒരു എൻഡല്ല. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു പാഠങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെ കരുതേണ്ടതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരായാലും പ്രണയനൈരാശ്യം വന്നവരായാലും ഈ നെഗറ്റീവ് ഫീലിങ്ങിലിരിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ നെഗറ്റീവ് എനർജിയെ എന്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതിന് ഭയങ്കര പവറായിരിക്കും. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി നിൽക്കുന്ന കുട്ടികളോടാണ്, നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ നിന്ന് പഠിക്കുക. ആ ഫ്രസ്ട്രേഷൻ മൊത്തം പഠിത്തത്തിൽ കാണിച്ചു നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. നിങ്ങൾക്ക് അടുത്ത എക്സാമിലാണെങ്കിൽ വിൻ ചെയ്യാൻ പറ്റും. ജോബാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എന്താണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിലെ നെഗറ്റീവ് എനർജി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഇത് മണി മാനിഫെസ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, ഓഫ് കോഴ്സ് ഇത് മാനിഫെസ്റ്റേഷൻ്റെയാണ്, മണി മാനിഫെസ്റ്റേഷൻ്റെയാണ്. അതുപോലെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പണത്തിൽ റിസ്ക് എടുക്കുക എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പണം കയ്യിലുണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു ഈ പൈസ പോയാൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെ എന്തിലേലും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും റിസ്ക് എടുത്ത് പണം നിക്ഷേപിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിലും സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ച് പിന്നത്തേക്ക് എന്ന് വിചാരിച്ച് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. മണി മാനിഫെസ്റ്റേഷൻ്റെയാണ്. അപ്പോൾ മണി ഹോപ്പനൊപ്പനോ ചൊല്ലാൻ മറക്കരുത്. പണത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. വരുന്ന പണത്തിനെയും നമ്മളിൽ നിന്ന് പോകുന്ന പണത്തിനെയും വളരെ ബഹുമാനത്തോടു കൂടി അതിനെ വരിക, അതിലൊരു ചാലകമാവുക, അതിനെ പറഞ്ഞയക്കുക, വീണ്ടും ഇരട്ടിയായിട്ട് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരണമെന്ന് പറയുക. മണി മാനിഫെസ്റ്റേഷൻ എപ്പോഴും ചെയ്യണം. അതുപോലെ മണി ഹോപ്പനൊപ്പനോ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഡിയർ മണി പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു. ഓക്കെ, ഇതാണ് മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മണി ഹോപ്പനൊപ്പനോ. അത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, ദെൻ ഇന്ന് പണം നിങ്ങളിലേക്ക് ധാരാളം വന്നു ചേരുമെന്നാണ് കേട്ടോ. ഫിനാൻഷ്യൽ അബണ്ടൻസും ഉണ്ട്, ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷനും ഉണ്ട്. അതുപോലെ പണത്തിൽ റിസ്ക് എടുക്കാമെന്നും ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസിന് ഒരു മീനിങ് ഉണ്ട്. ദെൻ 8 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ വിദേശയാത്ര പ്ലാൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ വിദേശത്ത് നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എയർ ട്രാവലിൻ്റെ കാർഡാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഓൾറെഡി മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്ത് പോവുക. നിങ്ങൾ ഒരു യാത്രയുണ്ട്, എന്തായാലും യാത്രയുടെ കാർഡാണിത്. അതുപോലെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാവും. അപ്പോൾ ഇതൊരു യാത്രയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം. ഒരു യാത്രയുടെ കാർഡാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന കാർഡാണ്. അതുപോലെ ആക്ഷൻ എടുത്ത് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുക, ആക്ഷൻ എടുത്ത് നമ്മളിലേക്ക് തന്നെ വരിക എന്നൊക്കെയാണ് ഈ 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്ന ലവേഴ്സാണ്.
അപ്പോൾ വീണ്ടും ഒരു റീയൂണിയൻ്റെ കാർഡാണ് കേട്ടോ. റീയൂണിയൻ ഉണ്ട്. റീയൂണിയൻ്റെ കാർഡ് നമ്മൾ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു. 6 ഓഫ് വാണ്ടും റീയൂണിയൻ്റെ കാർഡാണ്. ലവേഴ്സിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ആർക്കൊക്കെയോ പുതിയ പ്രണയം സെറ്റാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി പ്രണയത്തിലുള്ള ആളുകളിൽ, സെപ്പറേഷനുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സെപ്പറേഷൻ മാറിയിട്ട് അവർ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. പിന്നെ അതായത് പ്രണയത്തിൻ്റെ നല്ല വശങ്ങൾ, നല്ല മുഹൂർത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളിനെ നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുക, അവരെ ഓർത്തുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് മാത്രം ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഫോർ യു ആണ് കേട്ടോ. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരുന്നത്. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക്, ചില കാര്യങ്ങൾക്ക് എനിക്ക് ഇന്ന കാര്യത്തിന് ഒരു സൊല്യൂഷൻ വേണം, അതിന് ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് ആലോചിക്കുക കേട്ടോ. 3 കാർഡ്സ് എടുക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് 3 സൊല്യൂഷൻ എടുക്കാം, എങ്ങനെയാകാം. അപ്പം ഒന്നാമത്തെ കാർഡ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് ഇന്ന് തരുന്ന ഗൈഡൻസ്? ഒന്നാമത്തെ കാർഡ് വന്നിട്ട് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്കുള്ള അറിവെന്ന് പറയുന്നത് പരിമിതമാണ്. കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ആലോചിക്കുന്നത് അത് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ദെൻ സെക്കൻഡ് കാർഡ് വന്നിട്ട് റിമെയിൻ പോസിറ്റീവാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് അടിച്ച് പോകുമൊന്നും വേണ്ട. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ എത്ര കൂടുതൽ ആഗ്രഹിക്കുന്നു അത്ര കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, തേർഡ് വന്നിട്ട് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. വളരെ മനോഹരമായ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി 6 ഓഫ് വാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ 10 ഓഫ് കപ്സ് റീയൂണിയൻ്റെ കാർഡ്, 7 ഓഫ് കപ്സ് റീയൂണിയൻ്റെ കാർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ 8 ഓഫ് വാണ്ട്സ് റീയൂണിയൻ്റെ കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ പേജ് ഓഫ് സോഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പേജ് ഓഫ് സോഡ്സ് പാസ്റ്റിൽ നിന്ന് ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നുകൊണ്ട് പേജ് ഓഫ് സോഡ്സ് പാസ്റ്റിൽ നിന്നും മുമ്പ് നിങ്ങൾക്കറിയാവുന്ന ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അത് ചിലപ്പോൾ നിങ്ങളെ മണി ചീറ്റ് ചെയ്ത് പോയവരാവാം, റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്ത് പോയവരാകാം, നിങ്ങളൊരു വല്ലാത്തൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ടെറിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോയവരായിരിക്കും. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്ന് ഡൗൺഫോൾ ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ തലകറങ്ങി വീഴുന്നതാവാം, ആക്സിഡൻറ്റ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. ദെൻ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട്. അപ്പം വളരെ വലിയ മാറ്റങ്ങൾ, വളരെ മനോഹരമായ, വളരെ വലിയ മാറ്റങ്ങൾ, സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നും ഏഞ്ചൽസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരും. ഓക്കെ, ഇത്ര മതി. ലവേഴ്സിനുള്ള ഗൈഡൻസ് ഞാൻ മറ്റേ ചാനലിലിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം എന്നുള്ള നമ്മുടെ സെക്കൻഡ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.